ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം യെശയ്യാപ്രവാചന പുസ്തകം 41 അധ്യായം 10 വാക്യം. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഒരിടത്ത് ഭീരുവായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ചുറ്റുമുള്ള എന്തിനേയും അയാൾക്ക് ഭയമായിരുന്നു. ആളുകളുടെ മുഖത്ത് നോക്കാനും സംസാരിക്കാനുമെല്ലാം അയാൾ ഭയപ്പെട്ടു. അങ്ങനെയിരിക്കെ ഒരു സുഹൃത്ത് സെൻ ഗുരുവിനെ പോയി കാണുവാനും ആയോധകലയിൽ അഗ്രഗണ്യനായ അദ്ദേഹം താങ്കളുടെ ഭയം മാറ്റിത്തരും എന്നും പറഞ്ഞു. സുഹൃത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് അയാൾ സെൻ ഗുരുവിൻ്റെ അടുത്തെത്തി. തൻ്റെ പ്രശ്നം അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞ ശേഷം ഭയം മാറാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഗുരുവിനോട് ചോദിച്ചു. ഭയം മാറ്റിത്തരാമെന്ന ഉറപ്പ് കൊടുത്ത ഗുരു ഇയാളോട് അടുത്തുള്ള പട്ടണത്തിൽ പോകാനും അവിടെ കാണുന്ന 20 പേരോട് താൻ ഭീരുവാണെന്ന് പറയുവാനും ആവശ്യപ്പെട്ടു. ഈ ആവശ്യം അയാളെ കുഴക്കി. എന്നാൽ ഗുരു പറഞ്ഞത് അനുസരിക്കാൻ തീരുമാനിച്ചു. ഞാൻ ഭീരുവാണെന്ന് പറയാൻ അദ്ദേഹം പട്ടണത്തിലെത്തി. പക്ഷേ ആരുടെയും മുഖത്ത് നോക്കാൻ ധൈര്യമില്ലാത്തതിനാൽ പറയാനാവാതെ ആദ്യ ദിവസം തിരിച്ചു വരേണ്ടി വന്നു. ഇങ്ങനെ 2 ആഴ്ചകൾ കടന്നുപോയി. എന്നാൽ ഇനിയും നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ആദ്യ കടമ്പ കടന്ന് ഗുരുവിൻ്റെ അടുത്തെത്തി ഭയം മാറ്റിയെടുക്കണം. രണ്ടും കൽപ്പിച്ച് അയാൾ വീണ്ടും പട്ടണത്തിലെത്തി. അവിടെ നിന്ന് ധൈര്യം സംഭരിച്ചുകൊണ്ട് ആദ്യം കണ്ട ഒരാൾക്ക് കൈകൊടുത്ത ശേഷം പറഞ്ഞു, സർ, ഞാനൊരു ഭീരുവാണ്. മുഖത്ത് നോക്കാതെയാണ് അയാൾ അത്രയും പറഞ്ഞത്. ഇതിനുശേഷം പിന്നീട് കണ്ടവരുടെ കൈ പിടിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഭീരുവാണ്. എന്നാൽ ഓരോ തവണയും ഇത് പറയുമ്പോൾ തനിക്ക് എന്തോ മാറ്റം സംഭവിക്കുന്നതായി അയാൾക്ക് തോന്നി. 20ാമത്തെ ആളോട് പറയും മുമ്പ് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. ഒടുവിൽ അവസാനത്തെ ആളോട് പറയുമ്പോൾ തൻ്റെ ഭയം എവിടെയോ നഷ്ടപ്പെട്ടു പോയെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഇതിനുശേഷം അയാൾ ഗുരുവിന് മുന്നിലെത്തി പറഞ്ഞു, ഗുരുവേ, എനിക്കിപ്പോൾ ആരുടെയും മുഖത്ത് നോക്കാനോ സംസാരിക്കാനോ ഭയമില്ല. പക്ഷേ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഗുരു ഒന്ന് പുഞ്ചിരിച്ചു. അതിനുശേഷം അയാളോട് പറഞ്ഞു, കാര്യം വളരെ ലളിതമാണ്. എപ്പോൾ മുതലാണ് നീ ഭീരുവാണെന്ന് അംഗീകരിച്ചത്, അല്ലെങ്കിൽ നിനക്കൊരു പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്? ആ നിമിഷം മുതൽ പരിഹരിക്കാനുള്ള കഴിവ് നീ ആർജിച്ചു തുടങ്ങി. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലും ഭയത്തെ അതിജീവിക്കുവാനായിട്ടുള്ള മാർഗം ഭയത്തെ തിരിച്ചറിയുക എന്നതാണ്. രണ്ടാമതായി ആ ഭയത്തിലേക്ക് എടുത്തു ചാടാൻ തയ്യാറാവുക എന്നതാണ്. പ്രശ്നങ്ങളെ നേരിടാതെ ഭയം ഇല്ലാതാക്കാനാവില്ല. ഭയത്തെ കീഴടക്കി ജീവിച്ചവരോട് സംസാരിക്കുക. ഇങ്ങനെ സ്വയം തിരിച്ചറിവ് നേടിയാൽ ഭയത്തെ മറികടക്കാനും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും നമുക്കും സാധിക്കും. ജീവിതത്തിൽ പലപ്പോഴായി നമ്മെ ആക്രമിക്കുന്ന ഒരു ശത്രുവാണ് ഭയം. ഭയത്തെ അതിജീവിക്കുക എന്നത് ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ അനിവാര്യമാണ്. ഒരു ജീവനക്കാരന് അയാളുടെ മാനേജരെ ഭയമായിരിക്കും. ചിലപ്പോൾ കമ്പനിയുടെ നയങ്ങളെ, അതുമല്ലെങ്കിൽ തന്നെ സമീപിക്കുന്ന ഉപഭോക്താക്കളെ ആയിരിക്കാം അദ്ദേഹത്തിന് ഭയം. ഒരു കച്ചവടക്കാരന് പുതിയ കച്ചവടം തുടങ്ങാനും സാഹസിക തീരുമാനങ്ങൾ എടുക്കാനും ഭയപ്പെടുന്നു. ഇങ്ങനെ നേട്ടങ്ങൾ കൈവരിക്കാൻ മനുഷ്യർക്ക് മുന്നിൽ തടസ്സമായി ഭയം നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വിജയിക്കാൻ ഭയത്തെ മറികടക്കണം. ഒരു വാക്യത്തിൽ നാം വായിച്ചു കേട്ടത്, ദൈവം നമ്മോട് കൂടെയുണ്ട്. നാം ഭ്രമിച്ചു നോക്കേണ്ട ആവശ്യമില്ല. കാരണം അവൻ നമ്മുടെ ദൈവമാണ്. അവൻ നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. നീതിയുള്ള വലം കൈകൊണ്ട് നമ്മെ താങ്ങുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചാൽ, പ്രിയമുള്ളവരെ, അകാരണമായി നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏത് ഭയത്തെയും പുറത്താക്കുവാനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെയും സഹായിക്കും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ജീവിതത്തിൽ ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ഭയത്തെയും മാറ്റുവാൻ ഇന്നത്തെ വചന കേൾവി ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ചിറകിൻ മറവിൽ ഞങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ള ആത്മവിശ്വാസത്തോടെ പ്രവർത്തിപ്പാനും ജീവിപ്പാനും അവിടുന്ന് കൃപ നൽകണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.